प्यारे बच्चों, आदाब। कैसे हैं सबको? खैरियत से है ना? अच्छा, बताइए बच्चों, पिछली क्लास में हमने क्या पढ़ा था? हाँ, एक गुफ्तगू पढ़ा था। ആരെക്കുറിച്ചിട്ടുള്ളതായിരുന്നു? हाँ, हमारे करीम चाचा के बारे में। करीम चाचा क्या करते थे? यादें करे हैं? हाँ, एक पौधा लगाता है. हाँ, കരീം ചാച്ചയുടെ റോൾ പ്ലേ എല്ലാവരും നിങ്ങളുടെ അധ്യാപകർക്ക് അയച്ചു കൊടുത്തില്ലേ? പിന്നെ എന്തായിരുന്നു നമ്മളതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഹാ, കരീം ചാച്ച ആരായിരുന്നു? ഏക അച്ഛാ കിസാൻ ഹേ അല്ലേ? കരീം ചാച്ചയോട് അല്ലെങ്കിൽ അതുപോലെയുള്ള കിസാൻ അല്ലേ, കർഷകരോട് നമ്മൾ എന്തെല്ലാം കാര്യങ്ങളായിരിക്കും ചോദിക്കുക എന്നുള്ളത് ഒരു ചോദ്യാവലി നമ്മൾ ഉണ്ടാക്കിയിരുന്നു. ഓർമ്മയുണ്ടോ? എല്ലാവരും തയ്യാറാക്കിയിട്ടില്ലേ? പിന്നീടോ എന്തായിരുന്നു അതിലുള്ള മറ്റൊരു വർക്ക്? ഹാ, ഗുഫ്തഗു ഹേ അല്ലേ? ആരൊക്കെ തമ്മിലായിരുന്നു ആ ഗുഫ്തഗു? ഗുലാബ് ഓർ തിത്തലി ഹേ അല്ലേ? ഗുലാബും തിത്തലിയുള്ള മനോഹരമായ ഒരു ചിത്രമൊക്കെ നമ്മളെ ബുക്കിലുണ്ട് അല്ലേ? കൂട്ടുകാർ അതിൽ ആ ഗുഫ്തഗു എഴുതി അധ്യാപകർക്ക് അയച്ചു കൊടുത്തല്ലോ അല്ലേ? അപ്പം നമ്മൾ നമ്മുടെ കരീം ചാച്ചയുടെ തയ്യും അതുപോലെ ബാവും അല്ലേ, ബാവ് എന്തായിരുന്നു ഓർമ്മയുണ്ടോ? പൂന്തോട്ടവും ഒക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. നമ്മുടെ കരീം ചാച്ചയുടെ തോട്ടം കാണാൻ അമീനയും അതുപോലെ തന്നെ കൂട്ടുകാരിയും എങ്ങോട്ട് പോവുകയാണ്? ബാഗ് കാണാൻ വേണ്ടി പോവുകയാണ്. കൂട്ടുകാർക്കൊക്കെ ഇപ്പോൾ വീട്ടിൽ ലോക്ക്ഡൗണും സ്കൂളില്ലാത്തതൊക്കെ കാരണം കൊച്ചു കൊച്ചു ബാഗുകൾ തോട്ടങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും അല്ലേ? എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളുടെയൊക്കെ തോട്ടത്തിലുള്ളത്, ബാഗിലുള്ളത്? ഓർമ്മയുണ്ടോ? നിങ്ങൾ കാണാറില്ലേ? ഹാ, എന്താണ്? ചോട്ടെ ചോട്ടെ ഫൂൽ ഹേ അല്ലേ? അത്തരത്തിലുള്ള ബാവുമായിട്ട് വരുന്ന ഒരു കൊച്ചു പാട്ടുകളുമായിട്ടാണ് നമ്മുടെ ജൂമേം ഗായേം എന്നുള്ള പാട്ട് വരുന്നത്. ജൂമേം ഗായേം ക്യാ ഹേ? ജൂമേം ഹാ, ആടാം. ഗായ എന്ന് പറഞ്ഞാലോ പാട്ട് അല്ലേ, പാടാം. ജൂമേം ഗായേം, ആടാം പാടാം അല്ലേ? ജൂമേം നമ്മൾ ബാഗിൽ എന്ത് ചെയ്യും? ചെറിയ പൂക്കളുണ്ടാവും. അതുപോലെ തന്നെ വേറെ എന്തൊക്കെയാണ് ഉണ്ടാവുക? മനോഹരമായ ചെറിയ ചെറിയ പേടുകളുണ്ടാവും അല്ലേ? പേടിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ജൂല ബനായേഗെ. ജൂല ക്യാ ഹേ? ജൂല ഊഞ്ഞാൽ അല്ലേ? അങ്ങനെ ഊഞ്ഞാൽ പാട്ടും പാടി വരുന്ന ഒരു കൊച്ചു കവിതയാണ് ജൂമേം ഗായേം. നമുക്കതിലുള്ള പദങ്ങളെ ഒന്ന് കേട്ടു നോക്കിയാലോ? ദേഖേം. അപ്പം നമ്മുടെ ജൂമേം ഗായേം എന്നുള്ള പദ്യം നമുക്കൊന്ന് ചൊല്ലി നോക്കാം. അതിലുള്ള പദങ്ങളെ നമുക്കൊന്ന് പരിചയപ്പെടാം അല്ലേ? എല്ലാവരും പുസ്തകമൊക്കെ നിർത്തിയിട്ടുണ്ടല്ലോ അല്ലേ? പുസ്തകങ്ങളൊക്കെ നിവർത്തി എല്ലാവരും ടീച്ചർ പാടുന്ന അതിൻ്റെ കൂടെ വാക്കുകളൊന്ന് ശ്രദ്ധിച്ച് കൂടെ ഒന്ന് ചൊല്ലി നോക്കുക. നമുക്ക് വാക്കുകളൊന്ന് കേട്ടു നോക്കിയാലോ? റെഡിയാണല്ലോ എല്ലാവരും അല്ലേ? ഓക്കെ. आओ सहेली झूला झूले, गीत खुशी के मिलकर गाए, फूल खिले हैं रंग बिरंगी, चंबा गेंदा और चमेली, पेड़ों पर हम झूला झूले, झूला झूले झूमें गाए, आओ सहेली झूला झूले, शाम हुई तो वापस जाए. അപ്പോൾ കൂട്ടുകാർക്ക് ഇതിലുള്ള വാക്കുകളൊക്കെ മനസ്സിലായി കാണും അല്ലേ? പുതിയ വാക്കുകളുണ്ട് ഒരുപാട്. എല്ലാവരും കേട്ട് മനസ്സിലാക്കിയല്ലോ അല്ലേ? ഇനി ഇത് നമുക്കൊന്ന് കേട്ട് നോക്കിയാലോ? നല്ല മനോഹരമായൊരു നസ്മാണ് അല്ലേ? നമുക്കൊന്ന് കേട്ട് നോക്കിയാലോ?
എല്ലാവരും റെഡിയാണല്ലോ? ഓക്കെ. खुशी की मिलकर गए, आओ सहेली झूला झूले, गीत खुशी के मिलकर गए। പാട്ട് എല്ലാവരും കേട്ടോ? ഇഷ്ടമായില്ലേ എല്ലാവർക്കും? എന്ത് രസമായിരുന്നു അല്ലേ? നോക്കൂ, എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്? എന്തിനെ കുറിച്ചായിരുന്നു ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ജൂല ജൂലേ അല്ലേ? എന്തായിരുന്നു ജൂല? ജൂല നിങ്ങൾ ഉണ്ടായിരുന്നോ? ഊഞ്ഞാല് അല്ലേ? ജൂല ജൂലേ അല്ലേ? എന്തായിരുന്നു ജൂല ജൂലേം പറഞ്ഞാല്? ഊഞ്ഞാല് ആടുക. ആരൊക്കെയാണ്? ആവോ ആവോ സഹേലി. സഹേലി കോൻ ഹെ? दोस्त है। झूला झूले। गीत खुशी के ले, गीत खुशी से गीत गाकर, खुशी से ले मिलकर गाएंगे। और എന്തൊക്കെയാണ് ബായിൽ ഉണ്ടാകുന്നത്? फूल खिले है, फूल खिले, फूल പൂക്കൾ, फूल खिले है അല്ലേ? വിടരുന്ന വിരിയുന്ന പൂക്കളുണ്ട്. എങ്ങനെയുള്ളതാണ്? രംഗ് ബിരംഗി ഹെ, പല വർണ്ണങ്ങളിലുള്ള അല്ലേ? ഏതൊക്കെയാണ്? ബാഗിലൊക്കെ ഉണ്ടാകുന്ന, കൂട്ടുകാരുടെ ഒക്കെ വീട്ടിലൊക്കെ കാണുന്ന ബാഗിലൊക്കെ ഉണ്ടാകുന്ന പൂക്കൾ ഏതൊക്കെയാണ്? ചെമ്പ ഹേ, ക്യാ ഹേ? ചെമ്പ, ചെമ്പകം അല്ലേ? ഗേന്ദ, ക്യാ ഹേ? ഗേന്ദ, ചെണ്ടുമല്ലിപ്പൂവൊക്കെ കേട്ടിട്ടില്ലേ? ഗേന്ദ ഹേ. और क्या है? ചമേലി ഹേ. ചമേലി ക്യാ ഹേ? മുല്ല. കാണുന്നില്ലേ? ചമേലി മുല്ല. और क्या है? पेड़, पेड़ों पर അല്ലേ? അപ്പം पेड़ों पर झूला झूले, ബായിൽ എന്തുണ്ട്? പേടുകളും ഉണ്ട് അല്ലേ? झूला झूले, झूला झूले, झूमें गाए, झूमें ആടാം, ആടുക അല്ലേ? झूमें गाए, आओ सहेली झूला झूले അല്ലേ? शाम, शाम വൈകുന്നേരം, शाम हुई तो वापस जाए, वापस जाएंगे, തിരിച്ചു പോവുക, വാപ്പസ് जाए. അച്ഛാ, അപ്പോൾ എല്ലാവർക്കും അതിലുള്ള പുതിയ വാക്കുകൾ പരിചയപ്പെട്ടല്ലോ? പദ്യത്തിലെ അർത്ഥങ്ങൾ മനസ്സിലായല്ലോ അല്ലേ? ഇനി ഇതിൽ എന്താണ് പറയുന്നത്? എന്തായിരുന്നു? നമ്മളൊരു പദ്യം കേട്ട് കഴിഞ്ഞാൽ എന്താണ് ആദ്യം ഉണ്ടാവുക? തറന്നും സെ ഗാന,
अच्छा है ക്യാ ഹേ തറന്നം സെ ക്യാ തറന്നം ആ ഈണത്തിൽ കൂട്ടുകാർ ഈണത്തിൽ പാടുവോ നമുക്കൊന്ന് ചൊല്ലി നോക്കിയാലോ എല്ലാവരും റെഡിയല്ലേ അപ്പോൾ ടീച്ചർ പാടുന്നുണ്ട് കൂടെ നിങ്ങളും പാടണം തയ്യാറാണല്ലോ ഓക്കെ റെഡിയാണ് അല്ലേ നോക്കാം आओ सहेली झूला झूले गीत खुशी के मिलकर गाए फूल खिले हैं रंग बिरंगी चंबा गेंदा और चमेली पेड़ों पर हम झूला झूले झूला झूले झूमें गाए आओ सहेली झूला झूले शाम हुई तो वापस जाए കൂട്ടുകാർ ഇതേപോലെ ആലപിക്കുമോ ആ ഇതിനേക്കാൾ മനോഹരമായിട്ട് നിങ്ങൾ പാടും അല്ലേ എന്നിട്ട് എന്ത് ചെയ്യണം നിങ്ങളുടെ അധ്യാപകർക്ക് അയച്ചു കൊടുക്കുമല്ലോ ഓക്കെ പിന്നീട് നമ്മളൊരു പദ്യം കേട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു നസം നമ്മൾ പഠിച്ചാൽ വേറെ എന്ത് കാര്യമാണ് അതിലുണ്ടാവുക അതൊന്ന് തറന്നം സെ ഗാന ഫിർ ആരോ പറയുന്നുണ്ടല്ലോ എന്താണ് ഹം ആവാസ് അൽഫാസ് സുൻകർ ലിഖ്ന കൂട്ടുകാർക്ക് ഇപ്പം അത് മനസ്സിലായി അല്ലേ എന്താണ് ഹം ആവാസ് അൽഫാസ് എന്നുള്ളത് മനസ്സിലായല്ലോ എന്താണ് സമാന ശബ്ദപദങ്ങൾ തിരഞ്ഞെടുത്ത് എഴുതുക അല്ലേ നമുക്ക് നമ്മുടെ ഈ പദ്യത്തിൽ വന്ന സമാന ശബ്ദപദങ്ങൾ ഒന്ന് രണ്ടെണ്ണം ഒന്ന് പരിചയപ്പെട്ട് നോക്കിയാലോ ഏതൊക്കെയാണ് കൂട്ടുകാർ ടെക്സ്റ്റ് ബുക്കൊക്കെ ഉണ്ടല്ലോ കയ്യിലല്ലേ ഒന്ന് നോക്കൂ ഏതൊക്കെയാണ് അതിലുള്ളത് എന്ന് ഒന്നാമത്തെ വരിയിൽ തന്നെ കാണാം അല്ലേ ഏതാണ് സഹേലി അല്ലേ സഹേലി എന്നുള്ള വാക്കിൻ്റെ ഒരു സമാന ശബ്ദപദം പറഞ്ഞു നോക്കൂ ചമേലി അച്ഛാ ഹേ സഹേലി ചമേലി ഓർ പിന്നെ ഏതൊക്കെയാണ് ഏതാണ് ജൂലേ കാണുന്നില്ലേ നിങ്ങൾ അതിന് സമാനമായി വരുന്ന ഹം ആവാസ് അൽഫാസ് ഏതായിരിക്കും ജൂമേം അല്ലേ ജൂലേം ജൂമേം അല്ലേ അപ്പോൾ ഹം ആവാസ് അൽഫാസ് എല്ലാവർക്കും ഓർമ്മയുണ്ട് അല്ലേ ഇതുപോലെ ഇനി ഈ പദ്യത്തിൽ കാണുന്ന സമാന ശബ്ദപദങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് തിരഞ്ഞെടുത്ത് കൂട്ടുകാർ എഴുതി നിങ്ങളുടെ അധ്യാപകർക്ക് അയച്ചു കൊടുക്കുമല്ലോ ഓക്കെ ഇപ്പം നമ്മൾ എന്ത് ചെയ്തു ഹം ആവാസ് അൽഫാസ് തയ്യാറാക്കി നോക്കൂ ഇപ്പം നമ്മൾ കരീം ചാച്ചയുടെ ബാവും നമ്മുടെ അമീന പോയ ബാവും ഒക്കെയാണ് നമ്മൾ പറഞ്ഞത് എന്തെല്ലാം കാര്യങ്ങളാണ് ബായിൽ ഉണ്ടാവുക നമ്മൾ പറഞ്ഞു അല്ലേ എന്തൊക്കെയാണ് ഫൂൽ ഹേ ഏതൊക്കെ ഫൂലുകളാണ് ബായിൽ ഉണ്ടാവുക നമ്മൾ ഒന്ന് നോക്കിയാലോ നമ്മുടെ പുസ്തകത്തിൽ തന്നെ നമ്മുടെ പദ്യത്തിൽ തന്നെ 2-3 പൂക്കളുടെ പേരുകൾ പറയുന്നുണ്ട് അല്ലേ നിങ്ങളുടെ ബാഗിലൊക്കെ ഇല്ലേ ഇത്തരത്തിലുള്ള പൂക്കൾ നോക്കൂ ഏതൊക്കെയാണ് നമ്മളെ പാഠഭാഗത്തിൽ വന്ന പൂക്കൾ ഒന്ന് പറഞ്ഞു നോക്കൂ ചെമ്പ ഹേ ചെമ്പ എന്താണ് ചെമ്പ നോക്കൂ ചെമ്പകം പിന്നെയോ പിന്നെന്താണ് വന്നത് ഗേന്ദ ഹേ ഗേന്ദ എന്താണ് ഗേന്ദ നോക്കിയേ മല്ലിക അല്ലേ പിന്നെ എന്താണ് കാണുന്നത് ചമേലി ഹേ കണ്ടോ ചമേലി കണ്ടോ എന്താ ചമേലി മുല്ല അല്ലേ നമുക്കൊക്കെ ഇഷ്ടപ്പെട്ട പൂക്കളാണ് ഇതൊക്കെ അല്ലേ ഇനി നിങ്ങളുടെയൊക്കെ ബാഗിൽ അല്ലെങ്കിൽ നമ്മൾ സാധാരണ കാണാറുള്ളത് ഏതൊക്കെ തരത്തിലുള്ള പൂക്കളൊക്കെയാണ് അപ്പം നമ്മൾ 3 എണ്ണമാണ് ഇവിടെ പരിചയപ്പെട്ടത് അല്ലേ ചെമ്പ ഗേന്ദ ചമേലി വേറെ ഏതൊക്കെയാണ് ഒന്ന് ഓർത്ത് നോക്കിയേ എല്ലാവർക്കും പെട്ടെന്ന് കിട്ടുന്നതാണ് ഒരെണ്ണം അല്ലേ ഗുലാബ് ഹേ ക്യാ ഹേ ഗുലാബ് ഹേ ഗുലാബ് ഏതാണ് റോസ് പൂവ് അല്ലേ എല്ലാവർക്കും അറിയുന്നുണ്ടാവും എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അല്ലേ പിന്നെയോ വേറെ എന്തൊക്കെയാണ് കാണുന്നത് ഒന്ന് നോക്കിയേ ഏതാണ് സൂരജ് മുഖി ഹേ ക്യാ ഹേ സൂരജ് മുഖി ഏതാ സൂരജ് മുഖി കണ്ടില്ലേ സൂര്യകാന്തി പൂവ് സൺഫ്ലവർ അല്ലേ
പിന്നെയോ വേറെ എന്തൊക്കെയാണ് നിങ്ങൾക്കറിയാം? നമ്മുടെ ഒരു ദേശീയ പുഷ്പമുണ്ട് അല്ലേ? ഏതാണ് നോക്കിയേ? കവൽ ഹേ. കവൽ ഹേ. കവൽ എന്താണ്? താമര അല്ലേ? ഹമാരെ കൗമി ഫൂൽ ബി ഹേ. കൗമി ഫൂൽ ഓർമ്മയുണ്ടോ? എന്താണ് കൗമി ഫൂൽ? നമ്മുടെ ദേശീയ പുഷ്പം കൂടിയാണ് അല്ലേ? അപ്പോൾ ഏതൊക്കെയാണ് ഇപ്പം നമ്മൾ പരിചയപ്പെട്ടത്? ഒന്നും കൂടെ ഒന്ന് പറഞ്ഞു നോക്കിയേ. ചമ്പ ഹേ, ഗേന്ദ ഹേ, ചമേലി ഹേ, ഗുലാബ് ഹേ, സൂരജ്മുഖി ഹേ, കമ്പൽ ഹേ. കൂട്ടുകാർ, ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പുസ്തകത്തിൽ എഴുതി വെക്കുമല്ലോ അല്ലേ? ടെക്സ്റ്റിൽ എഴുതാനുണ്ട്, ടെക്സ്റ്റിൽ എഴുതണം, നോട്ടിൽ എഴുതണം, എന്നിട്ട് നിങ്ങളുടെ അധ്യാപകർക്ക് ഇത് അയച്ചു കൊടുക്കുമല്ലോ അല്ലേ? ഇപ്പം നമ്മൾ പൂക്കളുടെ പേരുകൾ പരിചയപ്പെട്ടു അല്ലേ? ഇതിൽ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ട പൂക്കളുണ്ടാവും. ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട പൂക്കളുണ്ടാവും. ഒന്ന് നോക്കിയേ, ഇതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പൂവ് നിങ്ങൾക്ക് ഏതായിരുന്നു? ഒന്ന് പറയൂ. ഗുലാബ് ഹേ. എല്ലാവർക്കും ഗുലാബ് ഇഷ്ടമാണ് അല്ലേ? എന്താണ് ഗുലാബ് ഇഷ്ടപ്പെടാനുള്ള കാരണം? ഒരുപാട് പ്രത്യേകതകളുണ്ടാവും അല്ലേ? നമുക്കൊന്ന് പറഞ്ഞു നോക്കണത് വേണ്ടേ? നോക്കൂ, ഒരു ഗുലാബിനെ നമുക്കൊന്ന് വരച്ച് നോക്കിയാലോ? നോക്കൂ, എങ്ങനെയാണ് വരക്കുന്നതെന്ന് നോക്കിയേ. മനോഹരമായിട്ടുണ്ട് അല്ലേ ഗുലാബ്? ഇതുപോലെ ഗുലാബൊക്കെ വരച്ച് നമുക്കതിന് നിറമൊക്കെ കൊടുക്കണ്ടേ? ഇനി നമ്മൾ ഇതിനെക്കുറിച്ച് എന്തെല്ലാം കാര്യങ്ങളാണ് പറയുക? അപ്പം മനോഹരമായൊരു ഗുലാബ് നമ്മൾ കണ്ടു. ഇനി നമ്മൾ എന്തൊക്കെയാണ് പറയുക? ഇതെന്താണ് നമുക്ക് പറഞ്ഞൂടെ? ഏ ഗുലാബ് ഹേ. ഏ ക്യാ ഹേ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയണ്ടേ? ഏ ഗുലാബ് ഹേ അല്ലേ? പിന്നെന്താണ് പ്രത്യേകത? ഗുലാബ് एक खूबसूरत फूल है അല്ലേ? एक खूबसूरत फूल है. മനോഹരമായൊരു പൂവാണ് അല്ലേ? പിന്നെയോ ഗുലാബിൻ്റെ രംഗ് എന്താണ്? രംഗ് കാണുന്നില്ലേ? ഗുലാബ് അതിൻ്റെ രംഗ് എങ്ങനെ പറയാ? ഗുലാബി ആണ് കേട്ടോ. അപ്പം നമ്മൾ എങ്ങനെ പറയും? ഗുലാബ് കാ രംഗ് ഗുലാബി ഹേ. പിന്നെയോ ഗുലാബിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണ്? നല്ല സുഗന്ധമുള്ളതാണ്, ഖുഷ്ബൂദാറാണ്. എന്താ പറയുക? ഖുഷ്ബൂദാർ. അപ്പം നമ്മളെങ്ങനെ പറയും? ഗുലാബ് ഏക്ക് ഖുഷ്ബൂദാർ ഫൂൽ ഹേ. ഏക്ക് ഖുഷ്ബൂദാർ ഫൂൽ ഹേ. പിന്നെ ഗുലാബിനുള്ള ഏറ്റവും കൂടുതലുള്ള ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്? ഗുലാബ് ആരാണ്? ഫൂലോം കാ രാജാ ഹേ. ഫൂലോം കാ രാജാ ഹേ. ഇപ്പം എന്തൊക്കെയാണ് നമ്മൾ ഗുലാബിനെ കുറിച്ച് പറഞ്ഞത്? ये गुलाब है, गुलाब एक खूबसूरत फूल है, गुलाब का रंग गुलाबी है, गुलाब एक खुशबूदार फूल है. पिनेयो गुलाब फूलों का राजा है. ഇതുപോലെ മറ്റൊരു പൂവ്, ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പൂവിനെ കുറിച്ച് ചിത്രമൊക്കെ വരച്ച് മനോഹരമായ നിറമൊക്കെ കൊടുത്ത് നിങ്ങൾ അതുമായി ബന്ധപ്പെട്ടുള്ള വാചകങ്ങൾ എഴുതി നിങ്ങൾ അധ്യാപകർക്ക് അയച്ചു കൊടുക്കില്ലേ? എല്ലാവരും ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഏതൊക്കെ പ്രവർത്തനങ്ങളാണ് നമുക്കിന്ന് ചെയ്യാനുള്ളത്? തറന്നം സെ ഗാന അല്ലേ? ഈണത്തിൽ ആലപിച്ച് നിങ്ങൾ അധ്യാപകർക്ക് അയച്ചു കൊടുക്കണം. പിന്നെയോ ഹമ്മാവാസ് അൽഫാസ് ചുൻകർ ലിഖിന അല്ലേ? ഇതിൽ നിന്ന് ഒരു ഹമ്മാവാസ് അൽഫാസ് തിരഞ്ഞെടുത്തെഴുതി അയക്കാനുള്ളത്. പിന്നെന്തായിരുന്നു മറ്റു പ്രവർത്തനങ്ങൾ?
പൂക്കൾ അല്ലേ, നമ്മൾ പൂക്കളെ പരിചയപ്പെട്ടു. വ്യത്യസ്ത പൂക്കളുടെ പേരുകളൊക്കെ നമ്മളൊന്ന് പരിചയപ്പെട്ടു അല്ലേ. ആ പൂക്കളുടെ പേരുകൾ എഴുതാനുണ്ട്. പിന്നെയോ മനോഹരമായ ഒരു പൂവിൻ്റെ ചിത്രം അല്ലേ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു പൂവിൻ്റെ മനോഹരമായ ചിത്രം വരച്ച് നിറം കൊടുത്ത് അതിനെന്ത് ചെയ്യണം, അതിനെക്കുറിച്ച് വാചകങ്ങൾ എഴുതി നിങ്ങളുടെ അധ്യാപകർക്ക് അയച്ചു കൊടുക്കണം. ഇത്രയും കാര്യങ്ങളെന്ന് കൂട്ടുകാർക്ക് മനസ്സിലായോ? ഓക്കെ, അപ്പോൾ മനസ്സിലായെങ്കിൽ നമുക്ക് നമ്മുടെ ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ അവസാനിപ്പിക്കല്ലേ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ശുക്രിയ. ഹുദ ഹാഫിസ്.